എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം. മലയാളികളുടെ സ്വീകരണ മുറികളിൽ ഒരു കാലത്ത് വസന്തം തീർത്തൊരു സാധനമായിരുന്നു റേഡിയോ നാടകോത്സവം. അത് വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തുകയാണ്. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എന്ന പേരിൽ ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ ശ്രോതാക്കൾക്കൊരു ശ്രവ്യ വിരുന്ന് വരാൻ പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളും സിനിമാ സീരിയൽ നാടകരംഗത്തെ പ്രഗത്ഭരായ താരങ്ങളും അണിയ പ്രവർത്തകരും ഒന്നിക്കുന്ന റേഡിയോ നാടകോത്സവം റേഡിയോ നാടക ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാകും എന്നാണ്. ഞാനൊക്കെ റേഡിയോ നാടകോത്സവത്തിലെ ഒരു സ്ഥിരം കുറ്റിയായിരുന്നു. അന്ന് ചില റേഡിയോ നാടകത്തിലെ നടനുമൊക്കെ ആയിട്ടാണ് എന്നെ അറിയപ്പെട്ടത്. ചില ശ്രോതാക്കളെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും. ഇംഗ്ലീഷ് മീഡിയം എന്നൊരു നാടകം റേഡിയോ നാടകോത്സവത്തിൽ ഒരു ഹിറ്റ് മേക്കറായിരുന്നു. അങ്ങനെ കുറേ നാടകങ്ങൾ, അതുപോലെ ടി.എൻ്റെ നാടകങ്ങളിലും അതുപോലെ കെ പത്മനാഭൻ നായർ നാടകത്തിലുമൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ റേഡിയോ നാടകോത്സവം വീണ്ടും വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു നൊസ്റ്റാൾജിയ. മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചിട്ട് 9 പതിറ്റാണ്ടുകൾ പിന്നിട്ടതിന്റെ ഭാഗമായാണ് 9 ദിവസത്തെ അഖില കേരളം റേഡിയോ നാടകോത്സവം 2026 ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. റേഡിയോ നാടകങ്ങളുടെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ 7 രചനകളാണ് നാടകോത്സവത്തിലുണ്ടാവുക. മെയ് 10 മുതൽ 18 വരെയാണ് റേഡിയോ നാടകോത്സവം. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകങ്ങളിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മോഹൻലാലാണ്. ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്? തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്കാണ് മോഹൻലാൽ ശബ്ദം നൽകുന്നത്. ശ്രോതാക്കളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഒട്ടേറെ നാടകങ്ങൾ അഖില കേരളം നാടകോത്സവത്തിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അത് മോളിന്നാ വലിയ മുറിയുന്ന പോയി നോക്കടാ. അകത്താരാന്നല്ലേ ചോദിച്ചത്. തിരനോട്ടം, ദൈവത്തിൻ മനമാര് കണ്ടു, മടക്കം, ജീവിതോത്സവം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, മൗനസാക്ഷി, കാൺക കടലിനെ കൺതുറക്കാതെ, കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവയാണ് നാടകോത്സവത്തിനെത്തുന്ന റേഡിയോ നാടകങ്ങൾ. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുക. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആകാശവാണി കേന്ദ്രങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലൂടെയും നാടകങ്ങൾ ശ്രോതാക്കൾക്ക് ആസ്വദിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ഇവിടെ പ്രേക്ഷകർ ഇനി രഹസ്യം കൂടി ഞാൻ പറയാം. നമ്മുടെ പ്രജിൻസി കണ്ണൻ കണ്ണൂർ റേഡിയോ നിലയം അവതരിപ്പിക്കുന്ന നാടകോത്സവത്തിലെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഞാനിത് പരസ്യമാക്കുന്ന ജോലിയാണല്ലോ നമ്മുടേത്, അതുകൊണ്ട് ഞാനിത് പരസ്യമാക്കിയെന്നേ ഉള്ളൂ. കുറച്ചധികം കാലം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ റേഡിയോ നാടകങ്ങളുടെ ചുമതല വഹിച്ചെന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. ആ കാലത്ത് ഇത്തരം റേഡിയോ നാടകോത്സവം സംഘടിപ്പിക്കും. ഒരു കാലത്ത് റേഡിയോ നാടകോത്സവം എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾ കാത്തിരുന്ന ഒരു ഐറ്റമാണ്, ഒരു പ്രോപ്പർട്ടിയാണത്. ഒരുപാട് ആളുകൾ, കേരളത്തിലെ എല്ലാ നിലയങ്ങളും റേഡിയോ നിലയങ്ങളും സിനിമാ താരങ്ങളെ വരെ, ഇപ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതുപോലെ സത്യൻ, നസീർ, ഇവരൊക്കെ തന്നെ റേഡിയോ നാടകോത്സവത്തിൽ ഒരു കാലത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നല്ല കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് റേഡിയോ നാടകോത്സവം വരുന്നു. അപ്പോൾ ശ്രോതാക്കൾ ഇതൊരു നല്ല അവസരമായിട്ട് എടുക്കുക. ഒരു പോയ കാലത്തിൻ്റെ വസന്തം നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. PA ബിജുവിനെ പോലെ ഈ നാടകോത്സവത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആശംസിക്കുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും 17 സെക്കൻഡും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.